ഗൈസ്, സുനിൽ ഛേത്രിയുടെ ഒരു വിരമിക്കൽ പ്രഖ്യാപനം വന്നപ്പോൾ മുതലുള്ള ഒരു ചോദ്യമാണ്, ആരായിരിക്കും അടുത്ത ഛേത്രി, ഹൂ ഈസ് ദി നെക്സ്റ്റ് ഛേത്രി എന്നുള്ളൊരു ചോദ്യം. അപ്പം നമ്മുടെ മച്ചാന്മാർ പലരും കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ടുമൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ആക്ച്വലി നെക്സ്റ്റ് സുനിൽ ഛേത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം ഉണ്ടാകില്ല, ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നെക്സ്റ്റ് ഒരു സ്ട്രൈക്കർ അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ഒരു സ്കോറർ എന്ന നിലയിലേക്ക് ഒരു പ്ലെയർ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതുണ്ടാകും, അത് ആവശ്യമാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് പറയേണ്ടത്. പക്ഷേ സുനിൽ ഛേത്രി എന്ന് പറയുന്നൊരു താരം, അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ലെജൻഡറി പ്രൊഫൈൽ അത് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഈസിയല്ല. കാരണം അദ്ദേഹം ഒരു ഓവർ ദി നൈറ്റ് ഉണ്ടാക്കിയെടുത്തതൊന്നും അല്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു 2 ഡെക്കേഡ് കരിയർ കൊണ്ട് നാഷണൽ ടീമിൽ നേടിയെടുത്തിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പം അതിലേക്ക് താരങ്ങൾ എത്തിപ്പെടുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഈ സീസണിൽ സുനിൽ ഛേത്രി ഒരു വിരമിക്കൽ പ്രഖ്യാപനമൊക്കെ നടത്തുന്നൊരു സമയത്ത് നമുക്ക് ഈ ഒരു ISL സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ ദി മോസ്റ്റ് നമ്പർ ഓഫ് ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സ് ഉണ്ടായിട്ടുള്ള ഒരു വർഷമാണിത് എന്നുള്ളതാണ്. അതായത് ഇത്തവണ 134 ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സാണ് ISL ഉണ്ടായിട്ടുള്ളത്. അതായത് 134 ഇന്ത്യൻ ഗോളുകളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ 63 ഡിഫറെൻറ്റ് ഇന്ത്യൻ പ്ലേയേഴ്സ് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. നമുക്ക് അതിൽ പ്രധാനികളുടെ കാര്യം നോക്കുമ്പോൾ ആദ്യത്തെ ഒരു പ്ലെയർ വിക്രം പ്രതാപ് സിംഗ് ആണ്, മുംബൈ സിറ്റി FC താരം. അദ്ദേഹം 23 മത്സരങ്ങളിൽ 8 ഗോളും 4 അസിസ്റ്റുമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തെ ഞാനൊരു സ്ട്രൈക്കർ ഇൻസ്റ്റൻറ്റ് പ്ലെയർ ആയിട്ട് പറയത്തില്ല, പക്ഷേ ഒരു ഗോൾ സ്കോറിംഗ് ഇൻസ്റ്റൻറ്റ് പ്ലെയർ ആയിട്ട് പറയും. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ബിൽറ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിലും ഒക്കെ ഒരു വിങ്ങർ ടൈപ്പാണ്. അത് അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളതോ അതോ അദ്ദേഹത്തെ പറ്റി ഇവിടെ പറഞ്ഞ് കേട്ടതാണോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം ഒരു വിങ്ങർ എന്ന രീതിയിലാണ് ആ ഒരു ബോഡി ബിൽഡ് ചെയ്താണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അദ്ദേഹം പറഞ്ഞാൽ വളരെ അത്യാവശ്യം സ്പീഡി ആയിട്ടുള്ള പ്ലെയറാണ്. പക്ഷേ നമ്മൾ ഇന്ത്യയിലൊക്കെ കണ്ടുവരുന്ന പോലത്തെ ഒരു നാച്ചുറൽ വിങ്ങേഴ്സിൻ്റെ ടൈപ്പ് ഒരു പ്ലെയർ അല്ല അദ്ദേഹം. ഈ പറഞ്ഞതുപോലെ ആ ഒരു സ്കോറിങ് ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റൻറ്റ് കാണിക്കുന്ന ഒരു പ്ലെയറാണ് എന്നുള്ളതാണ്. അപ്പം ഉറപ്പായിട്ടും നാഷണൽ ടീമിലേക്കൊക്കെ നമുക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്തി ഒരു സ്കോറർ എന്ന നിലയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതാണ്. അടുത്തൊരു പ്ലെയർ ലാലുങ്സാല ചാങ്ദെ എന്ന് പറയുന്ന മുംബൈ സിറ്റി FC തന്നെ പ്ലെയറാണ്. ഈ സീസണിലെ ബെസ്റ്റ് ഇന്ത്യൻ പ്ലെയറാണ് അദ്ദേഹം നമുക്ക് പറയാം. കാരണം 25 മത്സരങ്ങളിൽ നിന്ന് 10 ഗോളും 6 അസിസ്റ്റുമാണ്, 16 ഗോൾ കോൺട്രിബ്യൂഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇദ്ദേഹം പ്രൊഡോമിനറ്റ്ലി റൈറ്റ് വിങ്ങിലാണ് കളിക്കുന്നതെങ്കിൽ കൂടി അദ്ദേഹത്തിന് പറഞ്ഞ പോലെ ഒരു സ്ട്രൈക്കർ ഇൻസ്റ്റിൻറ്റ് ഉണ്ട്. സ്ട്രൈക്കറായിട്ടും കളിപ്പിക്കാൻ പറ്റും അത്. കാരണം വിദേശ സ്ട്രൈക്കേഴ്സിനൊക്കെ ഇഞ്ചുറി പറ്റിയിട്ടുള്ള സമയത്ത് കോച്ചസ് ചാങ്ദെ ഒരു സെൻറ്റർ ഫോർവേഡായിട്ട് കളിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു 1-on-1 സിറ്റുവേഷനിലേക്ക് അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്കിൽസ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. സോ അദ്ദേഹം ആ ഒരു 2 കൺസിസ്റ്റൻറ്റ് സീസൺസും വന്നിട്ടുണ്ടെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. പറഞ്ഞ പോലെ അദ്ദേഹം ഇപ്പോൾ 26 ഒക്കെ ആയി, ആ ഒരു പ്രൈം ഇതിലേക്കൊക്കെ എത്തേണ്ട ഒരു സമയമായി. അപ്പം തീർച്ചയായിട്ടും ഒരു നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ, ഇന്ത്യയിൽ നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ വിലയിരുത്തപ്പെടുന്നൊരു താരം തന്നെയാണ് ചാങ്ദെ. അപ്പം അദ്ദേഹം ആ ഒരു രീതിയിലേക്ക് ഇനിയും ഒരു കൺസിസ്റ്റൻസി കാണിച്ച് മുന്നോട്ട് വരിക, നാഷണൽ ടീമിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട താരമാകുക എന്നൊക്കെയുള്ളതാണ് ഫാക്ടർ. ഇനി പാദിക് ഗൊഗോയ് നോർത്ത് ഈസ്റ്റിൻ്റെ പ്ലെയറാണ്. ഇദ്ദേഹമാണ് കൂടുതൽ സമയം ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ തന്നെ കളിച്ചിട്ടുള്ളത്. 21 വയസ്സുകാരൻ മാത്രമാണ്, പക്ഷേ 5 ഗോളും 4 അസിസ്റ്റും 17 മത്സരങ്ങൾ. അതും എനിക്കൊന്ന് ഏതാണ്ട് 1200 മിനിറ്റ്, അതായത് ഓരോ 120 മിനിറ്റിലും അദ്ദേഹം ഒരു ഗോൾ കോൺട്രിബ്യൂഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ISL സീസണിൽ. അതൊരു നല്ല സ്റ്റാറ്റാണ്, പ്രത്യേകിച്ച് ഒരു യങ് പ്ലെയറെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തെ ഉറപ്പായിട്ടും ഇപ്പോൾ നാഷണൽ ടീമിലേക്ക് വിളിച്ചിട്ടുണ്ട്. മാച്ചസ് അല്ലെങ്കിൽ ഗെയിംസ് ടൈമൊക്കെ കിട്ടും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് ഐ ലീഗ് പ്ലേയേഴ്സിൻ്റെ കൂടി കാര്യം എടുക്കണം. കാരണം ഐ ലീഗ് പ്ലേയേഴ്സാണ് കുറച്ചും കൂടിയൊക്കെ സ്റ്റാറ്റിൽ മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് ലാൽവ്യ ഗ്യാന എന്ന് പറഞ്ഞിട്ടുള്ള ഐസ്വാളിൻ്റെ പ്ലെയർ. അദ്ദേഹം ഈ സീസണിൽ നോക്കിയാണെങ്കിൽ 15 ഗോളും 3 അസിസ്റ്റുമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഒരു റെക്കോർഡ് തന്നെയാണ് ഇത്തവണത്തെ എന്നുള്ളതാണ്. അദ്ദേഹം ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ തന്നെയാണ് കളിച്ചിട്ടും ഉള്ളത്. സോ അടുത്ത സീസണിൽ ISLസിലൊക്കെ വരുമായിരിക്കും. ഇത്തവണ നാഷണൽ കോളപ്പ് കിട്ടിയാണ്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇഞ്ചേർഡ് ആയിപ്പോയി. അതുപോലെയാണ് ഡേവിഡ് എന്ന് പറഞ്ഞിട്ടുള്ള മുഹമ്മദിൻ്റെ ഒരു പ്ലെയർ ഉണ്ട്. പറഞ്ഞ പോലെ ഈ സീസണിൽ ഐ ലീഗ് നോക്കി കഴിഞ്ഞാൽ 5 ഗോളും 2 അസിസ്റ്റുകൾ, പക്ഷേ ഡുറൻ കപ്പിലേക്ക് ഗോൾഡൻ ബൂട്ട് അടിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു നാച്ചുറൽ സ്ട്രൈക്കർ ഇൻസ്റ്റിൻറ്റ് ഉള്ള തന്നെ ഒരു പ്ലെയറാണ്. പക്ഷേ ഈ സീസണിൽ കുറച്ച് മത്സരങ്ങളൊക്കെ അദ്ദേഹം മിസ്സായി. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വന്നുകൊണ്ടാണ് ഈ സ്റ്റാറ്റിൽ നിന്ന് കുറഞ്ഞിട്ട് പോയത്. ഇപ്പം ഈ പറഞ്ഞ 2 താരങ്ങളാണെങ്കിൽ നെക്സ്റ്റ് സീസണിൽ ISL കളിക്കാൻ പോകുന്ന പ്ലേയേഴ്സാണ്. അപ്പോൾ അവിടെ അവർക്ക് കളിച്ചൊരു സെറ്റായിട്ട് ഡേവിഡ് പറഞ്ഞ പോലെ നാഷണൽ കോളപ്പും കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു പ്ലെയറാണ് എഡ്മണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്റർകാഷിയുടെ പ്ലെയർ. ഈ താരം 4 ഗോളും 8 അസിസ്റ്റുമാണ്. ഈ പറഞ്ഞ പോലെ ഒരു വിങ്ങറായിട്ടാണ് കൂടുതലും കളിച്ചിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ ഒരു സ്ട്രൈക്കർ ഇൻസ്റ്റിൻറ്റ് അല്ലെങ്കിൽ ഒരു സ്കോറിംഗ് എബിലിറ്റി ഉണ്ട്. അദ്ദേഹത്തിന് വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള പ്ലെയറാണ്. സോ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ നാഷണൽ ടീമിൽ ഒരു സ്കോറർ എന്ന നിലയിൽ ഉറപ്പായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. മറ്റൊരു പ്ലെയർ റോബിൻസൺ സിംഗ് ആണ്. 4 ഗോളും 3 അസിസ്റ്റും ട്രാവിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത് സെൻട്രൽ ഫോർവേഡായിട്ട് തന്നെ കളിച്ചിട്ടുള്ള പ്ലെയറാണ്. വളരെ യങ്ങാണ്, 21 വയസ്സുള്ള. ഇപ്പം തന്നെ അദ്ദേഹത്തിന് ആയിട്ടൊരു 3 ISL ക്ലബ്ബുകൾ ഇതിനോടകം തന്നെ ലക്ഷ്യമിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് പിന്നാലെ ഉണ്ട് എന്നുള്ള വാർത്തകൾ വന്നാണ് നമ്മൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുകയും ചെയ്തതാണ്. അപ്പാർട്ട് ഫ്രം സ്റ്റാറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ എങ്കിലും ധാരാളം പ്ലേയേഴ്സിനെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ISL തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഗുർകീറത്ത് സിംഗ് ഉണ്ട്, അതുപോലെ ശിവശക്തി, ഇർഫാൻ യാദ്വാദ്, സുഹൈൽ ഭട്ട് തുടങ്ങിയിട്ടുള്ള താരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ ബെറ്റർ ഗെയിം ടൈം ഒക്കെ കിട്ടുന്ന ക്ലബ്സ് ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്.
അല്ലെങ്കിൽ ഇപ്പം ഇഷാൻ്റെ കാര്യമാണെങ്കിലും വിദ്യാസാഗറിൻ്റെ കാര്യമൊക്കെ ആണെങ്കിലും നമുക്കറിയാമല്ലോ. സോ അവർ ഒരു നല്ല രീതി ഇപ്പം പ്രത്യേകിച്ച് വിദ്യാസാഗർ ഗോൾഡൻ ബൂട്ടൊക്കെ അടിച്ച് വന്നിട്ട് പിന്നെ അദ്ദേഹത്തിന് BFCയിലാണെങ്കിലും KBFCയിലാണെങ്കിലും ഒന്നും ഓപ്പർച്യൂണിറ്റീസ് കിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ചൂസ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഏതായാലും ഇർഫാനും ഗുർക്കീറത്തും അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ഒരു ക്ലബ്ബിലായിരിക്കും കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു നമ്പറിനെ കോച്ച് യൂസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഛേത്രി അടുത്ത സീസണിൽ ISL കളിച്ചില്ല എങ്കിൽ ശിവശക്തിക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് ആസ് എ സെൻട്രൽ ഫോർവേഡ് നിലയിൽ. അതുപോലെ സുഹൈൽ ഭട്ട്, അദ്ദേഹവും നല്ലൊരു സ്ട്രൈക്കർ ഇൻസ്റ്റിൻ്റ് ഉള്ള ഒരു പ്ലെയറാണ്. പക്ഷേ യങ്ങാണ്, ടീനേജറാണ്, 19 വയസ്സൊക്കെ മാത്രമേ ആയിട്ടുള്ളൂ അദ്ദേഹത്തിന്. 2005 ബോൺ ആയിട്ടുള്ളൊരു പ്ലെയറാണ്. അപ്പം ഇദ്ദേഹത്തിന് ഇപ്പം മോഹൻ ബഗാനിലാണ്, അവിടെ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. ഒന്നുകിൽ അദ്ദേഹം ലോണിൽ എവിടെയെങ്കിലും പോകുന്ന ഡിസിഷൻ എടുക്കുക, അതർവൈസ് ഇപ്പോൾ 25 വരെ അങ്ങാണ്ട് കോൺട്രാക്റ്റ് ഉള്ളൂ, വേറെ ക്ലബ്ബ് ചൂസ് ചെയ്യുക. കാരണം അത്രയും പൊട്ടൻഷ്യൽ ഉള്ളൊരു പ്ലെയറാണ്. ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉറപ്പായിട്ടും അദ്ദേഹം ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ദി കൺക്ലൂഷൻ ഈസ്, ഒരിക്കലും നമുക്ക് ഛേത്രിയുടെ ഒരു പകരക്കാരൻ എന്നുള്ള നിലയിലല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇനിയൊരു നെക്സ്റ്റ് ആര് വരില്ലേ, അതായത് അടുത്ത ഒരു ചാങ്ക്യ അല്ലെങ്കിൽ ഒരു വിക്രം പ്രതാപോ അങ്ങനെയുള്ള നിലയിൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്ലേയേഴ്സ് അവൈലബിൾ ആണ്. അവർ ഈ പറഞ്ഞ പോലെ നാഷണൽ ടീമിലേക്ക് ഒരു സ്റ്റെപ്പപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. സോ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും ഉണ്ടാകും. അതും തീർച്ചയായിട്ടും കമ്പോസിന് വരെ കാണിക്കുകയാണ്.